നമ്മുടെ വിഷയം കുടുംബവും കുഞ്ഞുങ്ങളുടെ കളിസ്ഥലവും വാസസ്ഥലവും എന്നതാണ്. ബെത്ലഹേമിലെ തിരുക്കുടുംബം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ യൗസപിതാവിനോടും മാതാവിനോടും ഒപ്പം വളർന്ന, കളിച്ചും ചിരിച്ചും വളർന്ന, പ്രായത്തിലും ജ്ഞാനത്തിലും വളർന്ന ഉണ്ണിയേശുവിൻ്റെ ചിത്രം കൂടിയാണ്. ആ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 52-ാമത്തെ തിരുവചനമാണ് ഇന്ന് വചന വിചിന്തനത്തിനായി നമ്മൾ എടുത്തിരിക്കുന്നത്. ആ നസ്രത്തിലെ തിരുക്കുടുംബം യഥാർത്ഥത്തിൽ ആ ഈശോയെ രൂപപ്പെടുത്തിയ, വളർത്തി വലുതാക്കിയ, എല്ലാ വിധത്തിലും അവനെ രൂപപ്പെടുത്തിയ ഇടം എന്നുകൂടെയുള്ള ചിന്ത നമുക്ക് നൽകുന്നുണ്ട്. POCയുടെ പരിഷ്കരിച്ച പതിപ്പിൽ ഇപ്രകാരമാണ് 52-ാമത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. യേശു ജ്ഞാനത്തിലും ആകാരത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ വളർന്നു വന്ന ഒന്നാണ്. ദൈവം ജ്ഞാനത്തിലും അവൻ ആകാര ഭംഗിയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും വളർന്നു വന്നു എന്ന തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതിൻ്റെ വിശദാംശം അവിടെ പറയുകയാണ്. യേശുവിൻ്റെ മാനുഷിക വികസനം അവിടുത്തെ ശാരീരികവും മാനസികവുമായ വളർച്ചയോടൊപ്പം ഉണ്ടായിരുന്ന സ്വഭാവ രൂപീകരണത്തെയും പ്രായോഗിക ജ്ഞാന സമ്പാദനത്തെയും പ്രക്രിയയായിരുന്നു. ഇപ്പൊ യേശു വളർന്നു വന്നപ്പോൾ, ആ നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ അവിടുന്ന് വളർന്നു വന്നപ്പോൾ ശാരീരികമായും മാനസികമായും മാനുഷികമായും അവിടുന്ന് സ്വഭാവ രൂപീകരണത്തിലൂടെ പ്രായോഗികമായ ജ്ഞാന സമ്പാദനത്തിലൂടെയും അവിടുന്ന് വളർന്നു വന്നു എന്ന് അവിടുന്ന് കൃത്യമായി സൂചിപ്പിക്കുമ്പോൾ, ഓരോ കുഞ്ഞും കുടുംബത്തിൽ വളർന്നു വരുമ്പോൾ മാനുഷിക വികസനം, ശാരീരികവും മാനസികവുമായ വളർച്ച ഉണ്ടാവുന്നത് കുടുംബത്തിലാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ജനിച്ചു വളർന്ന വീട്ടിലെ ആ കുടുംബ അന്തരീക്ഷത്തിലാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെയും അധ്വാനത്തിൻ്റെയും അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൻ്റെയും ക്രൈസ്തവ മൂല്യങ്ങളുടെയും ഒക്കെ ദർശനമാണ് ആ കുഞ്ഞ് ആർജിച്ചെടുക്കുന്നത്. നസ്രത്തിലെ തിരുക്കുടുംബം വളർന്നു വരുമ്പോൾ യൗസപിതാവിനും മാതാവിൽ നിന്നും ഈശോ ദൈവത്തെ പിതാവായി സ്വീകരിക്കുകയും ആ പിതാവിനോടുള്ള ബന്ധത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന തിരുക്കുടുംബത്തിന്റെ ചിത്രം, പിതാവായ ദൈവത്തിന്റെ സ്വരം നിരന്തരമായി കേട്ടുകൊണ്ട് ആ സ്വരത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കളായ യൗസപിതാവിനോടും മാതാവിൻ്റെയും ജീവിതത്തിൽ നിന്ന് പഠിച്ച ആ വലിയ എന്താ പറയുക വ്യക്തിത്വം, സ്വഭാവം ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ഉടനീളം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നു. ആ കുടുംബത്തിൽ നിന്നാണ്, നസ്രത്തിൽ നിന്നാണ്, ആ തിരുക്കുടുംബത്തിൽ നിന്നാണ് അവിടുന്ന് ഇത് പഠിച്ചതെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയിലും സൽകീർത്തിയും നേടും. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതികരവും സൽകീർത്തിയും നേടുമെന്ന സുഭാഷിതങ്ങളുടെ പുസ്തകം 3-4 തിരുവചനം ക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്തയാണ്. അപ്പൊ നസ്രത്തിലെ ആ തിരുക്കുടുംബത്തിൽ പിതാവായ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന, പിതാവായ ദൈവത്തിൽ മാത്രം ആശ്രയത്വം വെച്ചുകൊണ്ട് ജീവിച്ച് കടന്നു പോകുന്ന ആ യൗസപിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവിതം ഈശോയെ സ്വാധീനിക്കുകയാണ്. അവിടെയാണ് ആ ഈശോ കളിച്ചു വളർന്ന, സത്യം മാത്രം പറയാൻ, നീതി മാത്രം പ്രവർത്തിക്കുവാൻ, അധ്വാനിക്കുവാൻ, അങ്ങനെ എല്ലാ വിധത്തിലും ശാരീരികവും മാനസികവുമായ വികാസം പ്രാപിക്കുവാൻ ഇടയായത് നസ്രത്തിലെ തിരുക്കുടുംബമാണ് എന്നുള്ളതാണ്. പ്രായോഗികമായ ജ്ഞാന സമ്പാദനം അവരുടെ ജീവിതത്തിൽ ഈ യൗസപിതാവും മാതാവും ബെത്ലഹേമിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള പലായനത്തിൽ, ആ ഉണ്ണീശോയും കൂടിയുള്ള യാത്രയിൽ, ആ യാത്രയിലെ അനുഭവങ്ങൾ, ഈജിപ്തിൽ പോയി അവിടുന്ന് താമസിക്കുമ്പോൾ അവിടുന്ന് ഒരു പരിചയമില്ലാത്ത സ്ഥലത്തും ഭാഷയിലും സംസ്കാരത്തിലും ജീവിതത്തിലും ഒക്കെ ജീവിക്കുമ്പോൾ ആ ചുറ്റുപാടുകളിലും ഒക്കെ പ്രായോഗികമായ ജീവിതത്തിൻ്റെ മേഖലകൾ അവിടുന്ന് സമ്പാദിച്ചെടുക്കുന്നുണ്ട്, ജ്ഞാനത്തിൻ്റെ മേഖലകൾ അവിടുന്ന് സമ്പാദിക്കുന്നുണ്ട്. തിരിച്ച് ഈജിപ്തിൽ നിന്ന് നസ്രത്തിലേക്കുള്ള യാത്രയും നസ്രത്തിൽ വന്ന് താമസിക്കുന്നതും അവിടെ ജീവിച്ച 30 വർഷക്കാലത്തെ തൻ്റെ രഹസ്യമായ ജീവിതം മുഴുവൻ എടുത്തു വെച്ചുകൊണ്ടാണ് ലൂക്കാ സുവിശേഷകൻ പറയുന്നത്, ജ്ഞാനത്തിലും ആകാരത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും വളർന്നു വന്നുവെന്ന്. ഇപ്പൊ ഈശോയുടെ പരസ്യ ജീവിതം വരെയുള്ള അവിടുത്തെ ജീവിതം മുഴുവൻ ഒറ്റ വാക്കിൽ ചുരുക്കുമ്പോൾ അത് ഓരോ കുഞ്ഞിൻ്റെ ജീവിതത്തിലും ആഴത്തിൽ സ്വാധീനിക്കുന്ന ഇടം കുടുംബമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ കുടുംബം, പ്രിയപ്പെട്ടവരെ, നസ്രത്തിലെ തിരുക്കുടുംബം നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചിന്തകളുണ്ട്. ഒന്ന്, അപ്പനെയും അമ്മയും ബഹുമാനിക്കാൻ പഠിക്കുന്നത്, ആദരിക്കാൻ പഠിക്കുന്നത്,
പിതാവായ ദൈവത്തെ ആരാധിക്കാൻ പഠിക്കുന്നത്, ദേവാലയത്തിൽ പോകാനായിട്ട് പഠിക്കുന്നത്, മറ്റുള്ളവരെ ബഹുമാനപൂർവ്വം മനസ്സിലാക്കാൻ പഠിക്കുന്നത്, അങ്ങനെ എല്ലാ വിധത്തിലുള്ള പരിശീലനവും ലഭിക്കുന്ന, എല്ലാ വിധത്തിലുള്ള വ്യക്തിത്വവും വളർന്നു വരുന്ന, എല്ലാ വിധത്തിലുള്ള സ്വഭാവ രൂപീകരണവും നടന്ന ഇടം നസറത്തിലെ തിരുക്കുടുംബമാണെങ്കിൽ, ഈ ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പത്തിൻ്റെ നാട്ടിലേക്ക് അപ്പമായവനെ തേടിയുള്ള യാത്രയിൽ നമ്മെ 22-ാം ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ കുടുംബവും ആ വിധത്തിൽ കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ, വളർത്തിയെടുക്കുന്നതിൽ, പരിശീലിപ്പിക്കുന്നതിൽ നസറത്തിലെ തിരുക്കുടുംബം പോലെ നമ്മൾ ഓരോരുത്തരും ആവണമെന്ന് ഒരു മാതാവെന്ന നിലയിൽ, ഒരു പിതാവെന്ന നിലയിൽ, ഒരു മകനെന്ന നിലയിൽ, മകളെന്ന നിലയിലൊക്കെ അവിടെ വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് ഈ ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പുൽത്തൊട്ടിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കൃത്യമായിട്ട് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, യോസേപ്പിതാവും മാതാവും ദൈവത്തെ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ടുള്ള ബെത്ലഹേമിലേക്കുള്ള യാത്രയുണ്ട്. തുടക്കം മുതൽ പരിശുദ്ധ അമ്മയുടെയും യോസേപ്പിതാവിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതലുണ്ട്. ബെത്ലഹേമിലേക്കുള്ള യാത്രയുണ്ട്, അവിടെ നിന്ന് ഈജിപ്തിലേക്കുള്ള പലായനമുണ്ട്, തിരിച്ച് നസറത്തിലേക്കുള്ള യാത്രയുണ്ട്. അവരോടൊപ്പം അധ്വാനിക്കുന്ന ചിത്രമെല്ലാം വെച്ചുകൊണ്ടാണ്, 30 വർഷക്കാലത്തെ ചിന്ത മുഴുവൻ വെച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ചിന്ത നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് 1 സാമുവേൽ 2:26 നമ്മളെ പ്രകാരം അയക്കുന്നത്, ബാലനായ സാമുവേലാകട്ടെ കർത്താവിൻ്റെയും മനുഷ്യരെയും പ്രീതിയിൽ വളർന്നു വന്നു എന്നുള്ളത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്ത തന്നെയാണ്. അപ്പം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ, ജ്ഞാനത്തിലും പ്രായത്തിലും നമ്മൾ ഓരോരുത്തരും വളരുവാൻ ഈ ക്രിസ്മസ്, കുഞ്ഞുങ്ങളെ മാത്രമല്ല നമ്മളെ ഓരോരുത്തരെയും വളരുവാൻ ഈ ക്രിസ്മസ് ഇടയാകട്ടെ. അതിനായി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ നമുക്കൊന്ന് അടയ്ക്കാം. ഈശോ വളർന്നു വലുതായ കുടുംബത്തിൽ യോസേപ്പിതാവും മാതാവും അവനെ എപ്രകാരമാണ് മാനുഷികമായ വികസനത്തിൽ, ശാരീരികവും ആത്മീയവുമായ വികസനത്തിൽ, പ്രായോഗികമായ ജ്ഞാനസമ്പാദനത്തിലൊക്കെ വളർത്തിയത് എന്നുള്ളത് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ദൈവമാണ് നമ്മളെ നമ്മുടെ കുടുംബത്തിലൂടെ, നമ്മളുമായി ബന്ധപ്പെടുന്ന മനുഷ്യരിലൂടെ ഇതിലേക്ക് നമ്മെ വളർത്തുന്നത് എന്ന് അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് ക്രിസ്മസിൻ്റെ ഏറ്റവും അടുത്ത ദിനങ്ങളിൽ പിതാവായ ദൈവത്തിൻ്റെ സ്വരത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രായത്തിനനുസൃതമായി പ്രായോഗിക ജ്ഞാനത്തിൽ വളർന്നു വരുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവാണ്, പരിശുദ്ധ മറിയത്തിലും യോസേപ്പിതാവിലും പരിശുദ്ധാത്മാവാണ് പ്രവർത്തിച്ചത്, ഈശോയിലും പരിശുദ്ധാത്മാവാണ് പ്രവർത്തിച്ചത്. ആ പരിശുദ്ധാത്മാവ് നാം ഓരോരുത്തരിലും സജീവതയോടെ ഇടപെടുന്നതിനായി ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം നമ്മളായിരിക്കുന്ന ഇടങ്ങളിലായിരുന്നു കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളൊക്കെ ക്രിസ്തു വസിക്കുവാൻ, ഉണ്ണിയേശു വസിക്കുവാൻ ഇടയാക്കണമെന്ന് ആഗ്രഹിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ആരാധന, ആരാധന, ആരാധന. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ആരാധന, കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അവിടുന്ന് നമ്മളെല്ലാവരെയും വിളിച്ച് ചേർത്തതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. ഇന്ന് മനോഹരമായി വചനം പങ്കുവച്ച പ്രിയപ്പെട്ട ഷിബുവിനെ പ്രത്യേകമായി ഓർത്ത് നന്ദി പറയുകയാണ്. കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളൊന്നാണ്. എന്നാൽ നമ്മൾക്ക് വേണ്ടി ഇന്ന് വചനം പങ്കുവെച്ചു. വചനത്തിലൂടെ ഈശോയുടെ ബാല്യത്തെ പറ്റിയാണ്. അവിടുന്ന് മാവിലും എല്ലാവർക്കും വിധേയപ്പെട്ടുകൊണ്ട് ജീവിച്ചു. നമ്മുടെയും ജീവിതങ്ങൾ ഈശോയ്ക്ക് അനുകൂലമായി, അനുരൂപമായി രൂപപ്പെടുവാനായിട്ട്, ഈശോ രൂപപ്പെടുവാനായിട്ടുള്ള ഒരു ഉന്നതമായ അഭിഷേകം നമ്മൾക്ക് ലഭിക്കട്ടെ. നമ്മുടെ ജീവിതങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് മാതൃകയും പ്രേരണയും ഒക്കെ. അത് ജീവിക്കുക എളുപ്പമുള്ളതല്ല, പക്ഷേ ത്യാഗമുണ്ട്. ആ ഒരു ത്യാഗത്തേക്ക് എടുത്തുകൊണ്ട് ഈശോയുടെ സ്നേഹം പങ്കുവെച്ചുകൊണ്ട്, കരുണ പങ്കുവെച്ചുകൊണ്ട് എപ്പോഴും മുന്നോട്ട് മാതൃകകളായി മുന്നോട്ട് പോകാനുള്ള ഒരു ഉന്നതമായ അഭിഷേകം ഓരോരുത്തരും ലഭിക്കട്ടെ. മാതാപിതാക്കൾക്ക് ലഭിക്കട്ടെ, നമ്മുടെ സഹോദരി സഹോദരന്മാർക്കെല്ലാം ലഭിക്കട്ടെ. കുഞ്ഞുങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, അവർക്ക് ഈശോയെ കാണിച്ചു കൊടുത്തുകൊണ്ട്, ഈശോയിലേക്ക് ആനയിച്ചുകൊണ്ട് ജീവിക്കുവാനും അവരും ഈശോയെ തിരിച്ചറിയുവാനും ഈശോയിലായിരിക്കുവാനും ഒക്കെ സാധിക്കട്ടെ. ക്രിസ്മസിന് ഏറ്റവും അടുത്ത ദിവസമായി അപ്പോൾ ഈശോയിൽ ചേർന്ന് ജീവിക്കുവാൻ, ഈശോയെ
നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നിശ്ചയം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഉന്നതമായ അഭിഷേകം ലഭിക്കട്ടെ. ആത്മാവിന്റെ ശക്തമായ അഭിഷേകം ലഭിക്കട്ടെ. മാതാവിന്റെ പ്രത്യേക മാധ്യസ്ഥം ലഭിക്കട്ടെ. നിത്യം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ശംശയുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാരിയുടെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ പിതാവിന്റെ എല്ലാം മാധ്യസ്ഥം ഓരോരുത്തരും ലഭിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശംശയ്ക്ക്